CH3. ഒരു കാർബന്റെ വാലൻസി എത്രയാ? 4. CH3 CH2. ഇവിടെ എത്ര കാർബൺ? ഒരു കാർബൺ അപ്പൊ എത്ര ആളാ വരണ്ടേ? ഇപ്പൊ ഇവിടെ ഒരു 3 ഹൈഡ്രജൻ ഉണ്ട്, ദാ ഇവിടെ ഒരാളുണ്ട്, ദാ ഇവിടെ ഒരു ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ, സോ അവിടെ ഒരു ആളുണ്ട്. അങ്ങനെ 4 വാലൻസി ഈ കാർബണ് കിട്ടി. സോ ഈ കാർബൺ അപ്പൊ എത്ര വേണം? ഇവിടെ ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ട്, പിന്നെ 3 എണ്ണല്ലേ ഇവിടെ വേണ്ടത്. അതെ, അപ്പം ഇത് ടാലി ആയല്ലോ. അതായത് ഒരു കാർബണിന് 4 വാലൻസി മതിയല്ലോ. ഓക്കെ, 3 കാണുന്നില്ല. ഓക്കെ. സോ ഇവിടുന്ന് എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ പോകും. ഒരു ഹൈഡ്രജൻ പോയിട്ട് എന്താ വരുന്നേ? ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അവിടെ ആര് വരും? ഒരു OH വരും. അപ്പൊ CH3 എന്നുള്ളത് ആരായി? CH2 ആയി. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് ഒന്നോ അതിൽ കൂടുതലോ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പകരം അവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നാൽ, OH ഗ്രൂപ്പ് വന്നാൽ, അതാണ് ആൽക്കഹോൾ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ പേരെന്താ? ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? ഈ നെയിമിങ് എങ്ങനെയാ? നമ്മൾ നെയിം ചെയ്യുന്നത് എങ്ങനെയാ? നമ്മൾ നെയിം ചെയ്യുന്നത് ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? എത്തനോൾ സിംഗിൾ ബോണ്ട് ആണ്. സോ ഈതെയ്ൻ ആണ്. OH ഗ്രൂപ്പ് ഫങ്ഷണൽ ആയിട്ട് വന്നത് കൊണ്ട് ഓൾ എന്ന് വരും. സോ എത്തനോൾ. ETHA ഒന്നുകൂടെ ഞാൻ എഴുതാം. അത് ലാപ്പിൽ എഴുതുന്നോണ്ടാണ് അത്ര സ്മൂത്ത് ആയിട്ട് കിട്ടാത്തത്. ഇല്ലല്ലോ, ഇത് നമ്മൾ ഇതിലുള്ള ഗൂഗിൾ മീറ്റിലുള്ള കൊളാബറേറ്റീവ് ബോർഡാണ് എടുത്തിരിക്കുന്നത്. അതിലങ്ങനെ നമ്മൾ ഇതിൽ തന്നെ ടൈപ്പ് ചെയ്യാം. നമുക്ക് ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന പോലെ അത്ര സ്മൂത്ത് അല്ല. ഇപ്പൊ കാണാമല്ലോ. എത്തനോൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാണ്. ആൽക്കഹോൾസിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാണ്. ഓക്കെ, ആൽക്കഹോൾസിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാ? അശ്വിന സിലബസ് വായിച്ചിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നോ? നോക്കി. എന്തൊക്കെയാ ക്ലാസിഫിക്കേഷൻ? നമ്മൾ ഇനി ക്ലാസിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് OH ഗ്രൂപ്പ്സ്. എത്ര നമ്പർ ഓഫ് OH ഗ്രൂപ്പ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മോണോഹൈഡ്രിക്, ഡൈഹൈഡ്രിക്, പോളിഹൈഡ്രിക് എന്നൊക്കെയുള്ള രീതിയിൽ ഈ ആൽക്കഹോൾസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, മോണോഹൈഡ്രിക് ആൽക്കഹോൾ നമുക്ക് നോക്കാം. സ്പെല്ലിംഗ് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ?
MONOHYDRIC, മോണോഹൈഡ്രിക്. മോണോഹൈഡ്രിക് ആൽക്കഹോൾസ്. സോ മോണോഹൈഡ്രിക് ആൽക്കഹോൾസ് എന്ന് പറഞ്ഞാൽ, മോണോ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്. സോ ഒരു OH ഗ്രൂപ്പ് വരുന്നതിനെയാണ് മോണോഹൈഡ്രിക് ആൽക്കഹോൾസ് കണ്ടെയ്ൻ വൺ OH ഗ്രൂപ്പ്. ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോണോഹൈഡ്രിക് ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു OH വരാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഏതൊക്കെ അതിന് എക്സാമ്പിൾ എഴുതാൻ പറ്റും? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എത്തനോളിനെ നമുക്ക് എഴുതാൻ പറ്റും, ഇല്ലേ? പറഞ്ഞേ, എങ്ങനെ എത്തനോൾ എഴുതുന്നത്? CH3. ആ, വേറെ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞേ. ഇനി നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും. എത്തനോളിനെ പറഞ്ഞു, മെത്തനോളിനെ പറഞ്ഞൂടെ? ആ, പറ. ഇങ്ങനെ എഴുതുന്നേ മെത്തനോളിനെ? ആ, CH3OH. ഇനി മെത്തും മാത്രമേ ഉള്ളോ? ആ, എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. പ്രൊപ്പനോൾ എങ്ങനെയാ എഴുതുന്നത്? ആ, CH3. അപ്പൊ ഇങ്ങനെ നമുക്ക് മെത്തനോൾ എഴുതാം, പ്രൊപ്പനോൾ എഴുതാം, എത്തനോൾ എഴുതാം, ബ്യൂട്ടനോൾ എഴുതാം, പെന്റനോൾ എഴുതാം. അങ്ങനെ ഒരു OH ഗ്രൂപ്പ് വരുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഒരു OH ഗ്രൂപ്പാണ്, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരു OH ഗ്രൂപ്പ് മാത്രം അറ്റാച്ച്ഡ് ആയതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാത്രം ഉള്ളതിനെയാണ് നമ്മൾ മോണോഹൈഡ്രിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് പോകുന്നുണ്ടോ എക്സാമ്പിൾസ് ഒക്കെ? ഇനി നമുക്ക് അടുത്ത ആരാ? മോണോഹൈഡ്രിക്. അത്രയേ ഉള്ളൂ. അപ്പൊ ഡൈഹൈഡ്രിക് എന്തായിരിക്കും? അത്രയേ ഉള്ളൂ. രണ്ടെണ്ണം വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈഹൈഡ്രിക് എന്ന് പറയുന്നത്. സോ ഡൈഹൈഡ്രിക് ആൽക്കഹോൾസ് കണ്ടെയ്ൻസ് 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഡൈഹൈഡ്രിക് എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് വരുന്നതാണ്. അതായത് 2OH ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ ഡൈഹൈഡ്രിക് എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ. 2 OH വരണം. എന്താ? ക്ലിയർ അല്ല എനിക്ക്. ആ, കേക്കത്തില്ല എനിക്ക്, ക്ലിയർ അല്ല. എപ്പുറത്തും OH2 വരാൻ പറ്റുമോന്ന്? ആ, അങ്ങനെ എഴുതാം. അതായത് അശ്വിൻ പറഞ്ഞത് ഇങ്ങനെയല്ലേ, രണ്ട് സൈഡിലും OH വരുന്നതല്ലേ? അങ്ങനെ എഴുതാം. മെത്തൻ ഇപ്പൊ ഞാൻ ഈ അതും എഴുതാം. അതേപോലെ തന്നെ OH, CH2, OH. ഇയാളുടെ പേരെന്താ? അല്ല,
ഇയാളുടെ പേരാണ് എത്തിലീൻ ഗ്ലൈക്കോൾ. എത്തിലീൻ ഗ്ലൈക്കോൾ. ഈ പേരെല്ലാം പഠിക്കണം കേട്ടോ. ഈ പേര് പഠിക്കുന്നത് മസ്റ്റ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഓർത്തിരിക്കണം ഈ പേരും ഈ ഫോർമുലകളും എല്ലാം. എത്തിലീൻ ഗ്ലൈക്കോൾ. എത്തിലീൻ ഗ്ലൈക്കോൾ എന്നാണ് പേര്. കേൾക്കത്തില്ല. രണ്ട് സൈഡിലും ഇപ്പം മെത്തനോളിന്റെ കേസാണോ ചോദിക്കുന്നേ? ഹലോ, ആ അശ്വിൻ എന്തായിരുന്നു ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പൊ അത് നമ്മളിപ്പം ഈ ഓരോ കോമ്പൗണ്ട്സിനും നമുക്ക് ഓരോ രീതിയിലായിരിക്കും ഇത് വരുന്നത്, അതായത് എന്താ പേര് വരുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ഇവിടുത്തെ ഇപ്പൊ കേസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം ഓരോന്നിൻ്റെയും പേര് പഠിക്കുമ്പോൾ കണക്റ്റഡ് ആയിട്ട് പഠിക്കരുത്. പലതിനും പല രീതിയിലായിരിക്കും. ഓർഗാനിക് അല്ലേ, പല രീതിയിലായിരിക്കും വരുന്നത്. ഇപ്പോൾ OH-CH2 OH ആണെങ്കിൽ അതെന്തായിരിക്കും? ഒരു ഡൈഹൈഡ്രിക് ആയിട്ടുള്ള ആൽക്കഹോളാണ്. അതിൻ്റെ പേര് വരുന്നത് ഈതെയ്ൻ 1,2 നമ്മൾ CH2ൻ്റെ കാര്യമല്ലേ പറഞ്ഞേ, മീതെയ്ൻ ഡയോൾ എന്ന് വരും. മീതെയ്ൻ ഡയോൾ. അശ്വിൻ നേരത്തെ പറഞ്ഞത് തന്നെയാ. METHANE ഡയോൾ. എന്താ? എത്തിലീൻ ഗ്ലൈക്കോൾ. എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന കാണുന്നില്ലേ? സ്ക്രീനിൽ കാണുന്നില്ല? ഓക്കെ, അതാണ് ഇപ്പം മീതെയ്ൻ ഡയോൾ ആണ്. അശ്വിൻ നേരത്തെ പറഞ്ഞല്ലോ ആ പേര്, കോമ്പൗണ്ടിന്റെ പേര് അത് തന്നെയാണ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഡൈഹൈഡ്രിക്കും കഴിഞ്ഞു. ഡൈഹൈഡ്രിക് ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്തപ്പം എന്താ? പോളിഹൈഡ്രിക്. പോളിഹൈഡ്രിക് പോളി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിൽ കൂടുതൽ OH ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ പോളിഹൈഡ്രിക് എന്ന് പറയുന്നത്. 2 or more, എത്ര വേണമെങ്കിലും അവിടെ വരാം. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. എത്ര വേണമെങ്കിലും OH ഗ്രൂപ്പുകൾ വരാൻ പറ്റും. ഓക്കെ, അപ്പം എത്ര വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾസ് ദാറ്റ് കണ്ടെയ്ൻ 3 or more OH ഗ്രൂപ്പ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിഹൈഡ്രിക് എന്ന് പറയുന്നത്. പറഞ്ഞു. നമുക്ക് എക്സ്ട്രാ എടുക്കാം. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. എങ്കിലും പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെയാണ്, സിലബസ് അനുസരിച്ച് തന്നെയാണ് പോകുന്നത്. ഇനി അഡീഷണൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നോക്കിയിട്ട് എടുക്കാം. ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ സിലബസ് നോക്കിയപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഇതിലൊക്കെ നമുക്ക് പറയാനുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇപ്പം മോണോഹൈഡ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഉള്ളൂ പറയാൻ, വേറെ ഒന്നും ഇല്ല മോണോഹൈഡ്രിക്കിൽ പറയാൻ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് മോണോഹൈഡ്രിക് എന്ന് പറഞ്ഞാൽ? ഇറ്റ് കണ്ടെയ്ൻസ് 1 OH ഗ്രൂപ്പ്. ഡൈഹൈഡ്രിക് എന്ന് പറഞ്ഞാൽ 2 OH ഗ്രൂപ്പ് ഉള്ളതിനെയാണ്. പോളിഹൈഡ്രിക് എന്ന് പറഞ്ഞാൽ 2 or more ആണ്. മോർ ദാൻ 2 ആണ്. 3 or more അങ്ങനെ നമുക്ക് പറയാം. 3 or more. ഓക്കെ,
Three or more OH group alcohols that contain three or more OH groups വരുന്നതിനെയാണ് നമ്മൾ പോളിഹൈഡ്രിക് എന്ന് പറയുന്നത്. മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ OH ഗ്രൂപ്പ് ഉള്ളവയെ പോളിഹൈഡ്രിക് ആൽക്കഹോൾസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഒരു ആളെ എഴുതി നോക്കാം. HOOH, നമ്മളിവിടെ ബോർഡ് യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പറയണേ. ഞാൻ എഴുതുന്നത് ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ചിലത് മനസ്സിലാവത്തേ ഉള്ളൂ, എല്ലാം ഒന്നും മനസ്സിലാവില്ല. എന്തോ? ഞാൻ സെന്റൻസ് വൈസ് എഴുതുന്നതായിരിക്കും അല്ലേ മനസ്സിലാവാത്തത്? അതൊത്തിരി ഇതായതുകൊണ്ടാണ്. ഇതിന്റെ പേരെന്താ? ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? ഇവിടെ 3 OH ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താ പറയാ? 3 കാർബൺ അല്ലല്ലോ അവിടെ ഉള്ളത്. 3 കാർബൺ ആണ്. ഓക്കെ, ഇതിന്റെ പേരാണ് ഗ്ലിസറോൾ. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് ഗ്ലിസറോൾ. കോമൺ നെയിം ഗ്ലിസറോൾ എന്നാണ് കേട്ടോ. ഗ്ലിസറോളിന്റെ ഫോർമുലയാണേ. എന്താ? മനസ്സിലാവുന്നില്ല എന്നാണോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഗ്ലിസറോൾ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത്രയും കഴിഞ്ഞു. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, മോണോഹൈഡ്രിക് കഴിഞ്ഞു, പോളിഹൈഡ്രിക് കഴിഞ്ഞു, ഡൈഹൈഡ്രിക് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഇപ്പം പറഞ്ഞു പോകുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഒപ്പം പഠിച്ചു. ഇപ്പൊ പോളിഹൈഡ്രിക്കിന് ഒരു എക്സാമ്പിൾ എഴുതുന്ന് പറഞ്ഞാൽ ഗ്ലിസറോൾ എഴുതി വെച്ചോ. അതിനല്ലേ നമ്മൾ എക്സാമ്പിൾസ് കാണിച്ചു തരുന്നത്. അതെ, കാണാണ്ട് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഇവിടെ നമ്മളൊരു ഗ്ലിസറോൾ കണ്ടു. ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ എഴുതിയപ്പോൾ ഇത് ഗ്ലിസറോൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എവിടെയാണെങ്കിലും ഈ ഒരു ഫോർമുല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഇത് ഗ്ലിസറോൾ ആണ് എന്നുള്ളത്. അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. അല്ലാണ്ട് വെറുതെ ഇതങ്ങ് ബൈഹാർട്ട് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് എഴുതാം എന്നുള്ള രീതിയിൽ ഒരു ബൈഹാർട്ടിങ് അല്ല വേണ്ടത്. അങ്ങനത്തെ ഒരു ബൈഹാർട്ട് ചെയ്ത് വെക്കലല്ല നമുക്ക് വേണ്ടത്. ഇതിനി എവിടെ കണ്ടാലും ഓർക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇന്നതാണിത്, ഇത് ഗ്ലിസറോൾ ആണ്, ഇതിന്റെ കോമൺ നെയിം ഗ്ലിസറോൾ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ പഠിക്കാൻ. അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ആൽക്കിൽ ഗ്രൂപ്പ്, അതായത് ആൽക്കഹോൾസിന്റെ ക്ലാസിഫിക്കേഷൻ ആൽക്കിൽ ഗ്രൂപ്പിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോളിനെയൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആൽക്കഹോൾസ് പ്രൈമറി, എന്തോ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾസ് ബേസ്ഡ് ഓൺ ആൽക്കിൽ ഗ്രൂപ്പ്. ആൽക്കിൽ ഗ്രൂപ്പിന്റെ ബേസിൽ
ആൽക്കഹോൾസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്നുള്ള രീതിയിൽ. ആൽക്കിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കിൽ ഗ്രൂപ്പ് എന്താ? ആ, ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ആൽക്കിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ജനറലി റിപ്രസെന്റ് ചെയ്യുന്നത് ആർ എന്നാണ്. ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ CH3 എന്തോ അങ്ങനെയല്ല. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ CH3 CH2 CH2 CH3 അങ്ങനെ അങ്ങ് പോകുന്ന ആ ഒരു ചെയിനില്ലേ, അതിനെയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. CH3 CH2 അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ആർ എന്നാ പറയുന്നത്. ഈ ROH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് ഈ ആർ എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു CH3 CH2 ആ ഒരു സംഭവം അവിടെ ഉണ്ട്. അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ ആൽക്കഹോൾസിനെ നമ്മൾ ഈ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിന്റെ രീതിയിൽ CH3 CH2 അങ്ങനെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പിലെ ആറില്ലേ, ആ ആൽക്കഹോൾസിനെ അങ്ങനെ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവരുടെ കാർബൺ ആറ്റംസ്, എത്ര കാർബൺ ആറ്റംസ് ആണോ OH ഗ്രൂപ്പിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, ആ കാർബൺ ആറ്റംസിന്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്നുള്ള രീതിയിൽ ആൽക്കഹോൾസിനെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പ്രൈമറി ആൽക്കഹോൾസിനെ നോക്കാം. ഓക്കെ, പ്രൈമറി ആൽക്കഹോൾസ്. പ്രൈമറി ആൽക്കഹോൾസിനെ എങ്ങനെയാ നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു പ്രൈമറി എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിട്ട് പ്രൈമറി ആൽക്കഹോൾസ്. സോ പ്രൈമറി ആൽക്കഹോൾസ് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആണോ OH ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞേ, ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്നുള്ളത് എങ്ങനെയാണ് ആൽക്കഹോൾസിനെ തരംതിരിച്ചിരിക്കുന്നത്? കാർബൺ ആറ്റംസിന്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. എത്ര കാർബൺ ആറ്റംസ് ആണോ നമ്മുടെ OH ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച്ഡ് ആകുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രൈമറി ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ആൽക്കഹോൾസിൽ കാർബൺ, ഈ OH ഗ്രൂപ്പ് എത്ര കാർബണുമായിട്ട്, പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈമറി എന്താ, ഒന്നായിരിക്കും. അപ്പം OH ഗ്രൂപ്പ് എത്ര കാർബണിന്റെ കൂടി ആയിരിക്കും അറ്റാച്ച്ഡ് ആകുന്നത്? അത്രയേ ഉള്ളൂ. മനസ്സിലായോ? മെത്തനോൾ ഉണ്ടാവും, അതായത് CH3OH ഉണ്ടാവും. ഒരു കാർബൺ ആറ്റവുമായിട്ട് മാത്രമേ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച്ഡ് ആവുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈമറി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ OH ആണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്, അവിടെ ഒരു കാർബണുമായിട്ട് മാത്രമല്ലേ അറ്റാച്ച്ഡ് ആവുന്നുള്ളൂ. ഇനി ഞാൻ വേറൊരാളെ കാണിച്ചു തരാം. ഇതെന്താ, അതെങ്ങനെ ഇത് സെക്കൻഡറി ആവുന്നേ? ഇത് പ്രൈമറി അല്ലേ. OH ഗ്രൂപ്പ് ആകെ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ഈ ഒരു കാർബണുമായിട്ട് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അപ്പൊ അത് പ്രൈമറി അല്ലേ. ഇതാണ് പ്രൈമറി. നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കഹോള്, ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഒരൊറ്റ കാർബണുമായിട്ട് മാത്രമേ ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈമറി ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാ. അപ്പം ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആവുന്ന കാർബണിന് നമ്മളൊരു പേര് പറയും. എന്ത് കാർബൺ എന്നാ പറയുന്നേ?
ആൽഫ കാർബൺ. കേട്ടിട്ടുണ്ടോ? ആ, അശ്വിൻ +2 ട്യൂഷൻ പഠിക്കുന്നുണ്ടായിരുന്നോ? അപ്പൊ ആൽഫ കാർബൺ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആകുന്ന ആ കാർബനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ഓക്കെ. OH ഗ്രൂപ്പ് കാർബൺ ഒരു കാർബണിൽ അറ്റാച്ച്ഡ് ആവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരൊറ്റ കാർബണിൽ ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? ആൽഫ കാർബൺ. ആൽഫ കാർബൺ ആ അറ്റാച്ച്ഡ് ആവുന്ന കാർബനെ വിളിക്കുന്ന പേര്. നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരൊറ്റ കാർബണുമായിട്ട് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആവുന്നുള്ളൂ എങ്കിൽ അതാണ് പ്രൈമറി ആൽക്കഹോൾ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിക്കാം. ഇതിന്റെ പേരെന്താ? ആ, പ്രൊപ്പനോൾ. ഇതെന്താ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടേർഷ്യറി ആണോ? പ്രൈമറി. മനസ്സിലായോ അപ്പൊ പ്രൈമറി ആൽക്കഹോൾ എന്താണെന്ന്? ഓക്കെ. ഇനി അപ്പൊ സെക്കൻഡറി നോക്കാം നമുക്ക്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? കാർബൺ അറ്റാച്ച്ഡ് ടു OH is bonded to 2 other carbons. അതായത് OH ബോണ്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന 2 കാർബൺ ആറ്റംസ്. അതായത് നമ്മളിപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കിയത്? ഒരു കാർബണുമായിട്ടേ ഉള്ളൂ. അവിടെ 2 കാർബൺ, ആ 2 കാർബണുമായിട്ട് അവിടെ എന്ത് വരും? അറ്റാച്ച്ഡ് വരും. മനസ്സിലായോ? അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH അറ്റാച്ച്ഡ് ടു എ സെക്കൻഡറി കാർബൺ. അതായത് 2 കാർബൺ ആറ്റംസുമായിട്ടാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇപ്പം ഈ നമ്മൾ ഇപ്പൊ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ പ്രൈമറി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കാർബണുമായിട്ട് ആ OH ഗ്രൂപ്പ് മാത്രമേ അറ്റാച്ച്ഡ് ആവുന്നുള്ളൂ, അല്ലേ? ഒരൊറ്റ ആളുമായിട്ട് മാത്രമേ നമുക്ക് അറ്റാച്ച്ഡ് ആവുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ മെത്തനോളിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഇവിടെ ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പോളിഹൈഡ്രേറ്റ്, ഇപ്പം നമ്മൾ പ്രൈമറി ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു പ്രൈമറി കാർബണിലാണ്. അതായത് ഒരു കാർബൺ ബോണ്ട് ഉള്ളതിൽ മാത്രമായിരിക്കും OH അറ്റാച്ച്ഡ് ആവുന്നത്. ഇപ്പൊ അതിൽ നമ്മൾക്ക് മെത്തനോൾ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് ശരിക്കും മെത്തനോൾ അവിടെ പറയാൻ പറ്റില്ല. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ ഒരു കാർബൺ, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, നമുക്ക് മെത്തനോൾ എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ നമ്മൾ മെത്തനോൾ പറഞ്ഞു, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു OH അല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് മെത്തനോൾ അവിടെ വരാമല്ലോ എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ അതങ്ങനെയല്ല. ഇപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു കാർബൺ ഉണ്ട് ഇവിടെ, അടുത്ത കാർബൺ ഉണ്ട് ഇവിടെ, അടുത്ത OH ഉണ്ട്. അപ്പോൾ OH ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഈ കാർബൺ ഉണ്ടല്ലോ, അതാണെന്ത്? ആൽഫ കാർബൺ. ഈ ആൽഫ കാർബൺ എത്ര കാർബണുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നേ?
ഒരു കാർബൺ അല്ലേ ഉള്ളൂ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബീറ്റ കാർബൺ. അപ്പം ഒരു കാർബൺ, ഈ നമ്മളുടെ ഈ ഒരു ആൽഫ കാർബൺ ഒരൊറ്റ, നമ്മുടെ ഒ എച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരൊറ്റ കാർബണുമായിട്ട് ഇവിടെ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് പ്രൈമറി ആണ്. എന്താ കേൾക്കുന്നില്ല? CH3OH പ്രൈമറി അല്ലേന്നോ? CH3OH പ്രൈമറി ആണ്, അതും നമുക്ക് പ്രൈമറിയിൽ പെടുത്താം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇപ്പൊ പ്രൈമറി ആൽക്കഹോൾസിൽ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന OH ബോണ്ട് ഓൺലി വൺ അതർ കാർബണുമായിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോക്കാൻ പറ്റുള്ളൂ. വൺ അതർ കാർബണുമായിട്ട് എന്ത് ചെയ്യണം, ബോണ്ട് എടുക്കണം. അപ്പം അങ്ങനെ വരുമ്പോ മെത്തനോളിന് വേറെ ഒരു കാർബൺ ഉണ്ടോ? അതാണ്, മനസ്സിലായോ? മെത്തനോള് നമുക്ക് എക്സാമ്പിൾ ആണ്, മെത്തനോള് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നെ എടുക്കാം. OH ഗ്രൂപ്പ് കാർബണ് ഒരു അല്ലെങ്കിൽ മെത്തനോളില് കാർബൺ ഒന്നും ഇല്ല അല്ലേ, വേറൊരു കാർബൺ അവിടെ ഇല്ല മെത്തനോളില്. അപ്പൊ ബോണ്ട് ചെയ്താൽ അത് പ്രൈമറി ആൽക്കഹോൾ ആണ്, കൺസിഡർ ചെയ്യാം. പ്രൈമറി ആൽക്കഹോൾ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. മെത്തനോൾ ഉണ്ട്, എത്തനോൾ ഉണ്ട്, പ്രൊപ്പനോൾ ഉണ്ട്. എവിടെ? പ്രൈമറി ആൽക്കഹോളിൽ. അത് ക്ലിയർ അല്ലേ? സെക്കൻഡറിയിലേക്ക് പോവാം. സെക്കൻഡറിയിൽ ഞാൻ പറയുമ്പം സെക്കൻഡറിയിൽ നോക്കിക്കോ. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ കാർബൺ അറ്റാച്ച്ഡ് ടു OH ഇസ് ബോണ്ടഡ് ടു 2 അതർ കാർബൺ ആറ്റം. കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന OH ഗ്രൂപ്പിലുള്ള ആ ഒരു കാർബൺ, OH ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ ഒരു കാർബൺ ആറ്റം രണ്ട് വേറെ കാർബൺസുമായിട്ട് എന്ത് ചെയ്യണം, അറ്റാച്ച്ഡ് ആവണം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ബീറ്റ കാർബൺസ് അവിടെ ഉണ്ടാവണം. അപ്പൊ ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ, എങ്ങനെയാ അപ്പൊ ചെയ്യാം? എന്തോ കേൾക്കുന്നില്ല? CH3 CH2 OH അപ്പൊ ഇത് രണ്ട് കാർബണുമായിട്ട് അറ്റാച്ച്ഡ് ആയി അല്ലേ? അപ്പൊ മനസ്സിലായോ ഇത്? അപ്പൊ ഇവിടെ രണ്ട് കാർബണുമായിട്ട് അറ്റാച്ച്ഡ് ആയി. അപ്പൊ ഇതിന്റെ പേരെന്താ? ഇവിടെ CH2 വരത്തില്ല, CHOH കേട്ടോ. എന്തേ? അതായത് OH-ന് ഇവിടെ രണ്ട് ഇലക്ട്രോൺസ് ഇല്ലേ? ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, 4 ആയില്ലേ? CHOH എന്ന് പറയുമ്പോൾ CH-ന്റെ കൂടെയല്ലേ OH വരുന്നേ? അപ്പൊ അത് കറക്റ്റ്. അതായത് CHOH മനസ്സിലായോ? എന്താ?
ഒ എച്ച് എന്ന് വരുമ്പോഴത്തേക്കും സി എച്ചിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒ എച്ച് വരുന്നത്. അപ്പൊ അവിടെ ആ 2 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട്. പിന്നെ എച്ചിന്റെ ഒരു ഇലക്ട്രോൺ, പിന്നെ ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ, കാർബണ് 4 വാലൻസി ആയല്ലോ. ആ അശ്വിൻ പറയുന്നത് എനിക്ക് ക്ലിയർ അല്ല. ഒരു സെക്കൻഡേ. ഒന്നുകൂടെ പറഞ്ഞേ. ആ 2 ഇലക്ട്രോൺ അങ്ങനെ പോയോ? ഒ എച്ചിന്റെ കൂടെ ബോണ്ട് വരുമ്പോ എത്ര ഇലക്ട്രോൺസ് അവിടെ പോയി? മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇത് വരും. നമുക്ക് ഇതിന്റെ പേരെന്താ? മൂന്ന് കാർബൺ ആറ്റംസ് ഉണ്ട്. സോ നമുക്ക് പ്രൊപ്പാണെന്ന് അറിയാം അല്ലേ? 2 പ്രൊപ്പനോൾ ആണ്. 2 ആണ് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ. സോ സെക്കൻഡ് കാർബണിലാണ് ഒ എച്ച് വന്നിരിക്കുന്നത്. 2 പ്രൊപ്പനോൾ. ഇനി അടുത്ത നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. CH3 CH2 CH3 CH2 CH OH CH3. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? ടു ബ്യൂട്ടനോൾ. എന്തോ? ഈ ഒ എച്ച് എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒ എച്ചിനെ നമ്മള് സാധാരണ ഇപ്പൊ എഴുതുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ കാണിച്ചു തരാം. ഇപ്പൊ ഒ എച്ചിനെ നമ്മള് ഇങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക. ഇവിടെ ആയിരിക്കും ഒ എച്ച് വരുന്നുണ്ടാവുക. അവിടെ ഒരു ബോണ്ട് ഉണ്ടല്ലോ. അപ്പോ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോ ആ ഒ എച്ചിന്റെ ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇവിടുത്തെ 2 ഇലക്ട്രോൺ ഇനി ഇവിടെ ഉണ്ടല്ലോ. എന്താണ് അശ്വിൻ? ഇത്രയേ ഉള്ളൂ കാര്യം. എന്താ, ഇവിടെ ഇപ്പൊ ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ ഇപ്പൊ ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ. ഒ എച്ചിന്റെയും ഒരു ഇലക്ട്രോൺ ഉണ്ട്. 4 ആയില്ലേ കാർബണ് വാലൻസി? ഇവിടെ ഒരു ബോണ്ട് ഉണ്ടല്ലോ. ഇവിടുത്തെ ഒരു ബോണ്ട് ഓൾറെഡി ഉണ്ടല്ലോ. അവിടുത്തെ ഒരു ഇലക്ട്രോൺ കിട്ടുമല്ലോ നമുക്ക്. OH CH3. മനസ്സിലായോ? ഇനി അപ്പൊ ടെർഷറി ഒന്ന് അശ്വിൻ തനിയെ ചെയ്ത്. ടെർഷറി ആൽക്കഹോൾ എന്തായിരിക്കും?
എന്താണ്? ഒരു മിനിറ്റ്. CH3 CH2. ഇല്ല ഇല്ല ഇല്ല, ഡബിൾ ബോണ്ട് ഒന്നും വേണ്ട. CH3 CH2 OHO CH ആണോ? CH3 CH3 അതായത് ഇപ്പം നമ്മള് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ സെക്കൻഡറി ആൽക്കഹോളിൻ്റെ കേസ് ഇപ്പം ബൈ ദ വേ ഞാൻ സെക്കൻഡറി ആൽക്കഹോളിൻ്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആണെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം നമ്മൾ സെക്കൻഡറി ആൽക്കഹോളിൻ്റെ ഇപ്പം ഞാൻ അങ്ങനെ എഴുതിയത് കൊണ്ടായിരിക്കും മേ ബി ഒരു ഡൗട്ട് തോന്നിയത്. ഞാൻ ഇങ്ങനെ എഴുതിയ ഡൗട്ട് തോന്നുമോ എന്നൊന്ന് നോക്കട്ടോ. സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാവണം? OH ഗ്രൂപ്പ് എത്ര കാർബൺ ആറ്റംസുമായിട്ട് ആവണം ഇതാവേണ്ടത്? 2 കാർബൺ ആറ്റംസ് ആയിട്ട് ആവണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു CH3 ഇവിടെ ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ CH, ആ രണ്ടാമത്തെ CHന്റെ കൂടെയാണ് ഒരു CH3 അറ്റാച്ച്ഡ് ആവുന്നത്. ഓക്കെ, ഈ CHന്റെ കൂടെയാണ് ആര് വരുന്നത്? OH വരുന്നത്. OH വരുന്നത് കണ്ടോ? അപ്പം ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്റ്റ് അറ്റാച്ച്ഡ് ആവുന്ന കാർബണെ എന്ത് പേരെന്നാ ഞാൻ പറഞ്ഞത്? ആൽഫ കാർബൺ. ആ ആൽഫ കാർബൺ ഡയറക്റ്റ് എത്ര കാർബണുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്? 2 ബീറ്റ കാർബൺ ഉണ്ട്. അപ്പൊ ഇതാണ് സെക്കൻഡറി ആൽക്കഹോൾ. മനസ്സിലായോ? എന്താണ്? CH3 CHOH CH3. എനിക്ക് മനസ്സിലായില്ല. അശ്വിന് ഏത് കാര്യമാണ് ചോദിക്കുന്നേ? ഞാൻ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? ഇതിന്റെ പേരാണ് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. ഇപ്പൊ നമ്മൾ നേരത്തെ 2-പ്രൊപ്പനോൾ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ പേരാണ് ഐസോപ്രോപ്പൈൽ. 2-പ്രൊപ്പനോൾ എന്ന് പറയുന്ന പോലെ തന്നെ ഐസോപ്രോപ്പനൈൽ എന്നാണ് ഇതിന്റെ കോമൺ പേര് വരുന്നത്. CH3 CH3 CHOH CH3, അല്ലെങ്കിൽ CH3 ഈ CH3 എടുക്കാം, CHOH CH3. നമ്മൾ നേരത്തെ എഴുതിയത് തന്നെയാണ് സംഭവം. ടു-പ്രൊപ്പനോളിന്റെ 2-ബ്യൂട്ടനോളിന്റെയോ? 2-ബ്യൂട്ടനോളിന്റെ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാമല്ലോ.
ഒന്ന് അശ്വിൻ ചെയ്ത് നോക്കാവോ? ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തിട്ട് ട്രൈ ചെയ്യും, പറ്റുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ടു ബ്യൂട്ടനോൾ ആണ്, അപ്പം 4 കാർബൺ ചെയിൻ അവിടെ വരണം. ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കിക്കേ. രണ്ടാമത്തെ കാർബണിലാണ് എന്ത് വരേണ്ടത്? OH വരേണ്ടത്. അതായത് നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി, 4 കാർബൺ ആറ്റംസ് വരും. അപ്പം ഇവിടെ എന്ത് ചെയ്യും? ഒരു CH3 കൂടെ വരും, അത്രേ ഉള്ളൂ. അപ്പൊ CH3, CHOH, CH2, CH3. ഇത് 2 രീതിയിൽ എഴുതുമ്പോഴും വ്യത്യാസം വരും. ഇപ്പൊ ഇത് ഇങ്ങനെയാണ് എഴുതുന്നതെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്: CH3, CH, OH, CHOH, CH2, CH3. എന്താ നോക്കിക്കേ, ബാലൻസ് ഓൾറെഡി ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പൊ നമുക്ക് CH3 എന്ന് എഴുതാൻ പറ്റുമോ? അതുകൊണ്ടാണ് കൊടുക്കാഞ്ഞത്. അതായത് നമ്മൾ ഇങ്ങനെ എഴുതുമ്പോഴേ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം വരും. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി 3 കാർബണും 3 ഹൈഡ്രജനും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അങ്ങനെ 4 ആയി. മനസ്സിലായോ? ഇനി ടെർഷ്യറി നോക്കാം. ടെർഷ്യറി ഒന്ന് തനിയെ ചെയ്ത് നോക്കിക്കേ, എത്ര ബീറ്റ കാർബൺ വരണം? എന്താണ്? കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 3 കാർബൺ ആറ്റങ്ങൾ, 3 മറ്റ് കാർബൺ ആറ്റംസിനോട് കൂടിയായിട്ടായിരിക്കണം അറ്റാച്ച്ഡ് ആവേണ്ടത്. സോ അങ്ങനെ ഒന്ന് വരച്ചു നോക്കിക്കേ. കേട്ടില്ല. പറഞ്ഞു. ഒരു മിനിറ്റ്. CH3, CH3, CH2, CH2, CHOH, ഞാനൊരു കാര്യം പറയട്ടെ. പ്രൈമറിയും സെക്കൻഡറിയും ടെർഷ്യറിയും പഠിക്കാനുള്ള ഒരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ഇങ്ങനെ നീട്ടി വലിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു തന്നതുപോലെ
നമുക്ക് എത്ര കാർബൺ ആറ്റംസും ആൽഫ കാർബൺ എത്ര കാർബൺ ആറ്റംസുമായിട്ട് അറ്റാച്ച്ഡ് ആവണം ടെർഷറി ആവണമെങ്കിൽ? എത്ര ബീറ്റാ കാർബൺസ് അപ്പൊ വേണം? അങ്ങനെ നോക്കി എഴുതിയാൽ മതി. അങ്ങനെ ഒന്ന് ചെയ്തേ. അതാണ് നമുക്ക് പഠിക്കാനുള്ള എളുപ്പ വഴി. അപ്പൊ ടെർഷറി കാർബൺ ആണെന്നുണ്ടെങ്കിൽ 3 ബീറ്റാ കാർബൺ അവിടെ വരണം. അപ്പൊ അതെങ്ങനെയാ നമുക്ക് അവിടെ വരിക? എങ്ങനെ ചെയ്യാം? അതിപ്പം എളുപ്പ വഴി ചെയ്യാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. എന്തുവാ? CH3 CH3 C CH3 CH3 OH കേൾക്കുന്നില്ല. അല്ല, ഫോർമുലയായിട്ട് അശ്വിൻ പഠിക്കണ്ട. ലൈക്ക് അങ്ങനെ പഠിക്കുമ്പോൾ പിന്നെയും കൺഫ്യൂഷൻ ആവുമല്ലേ ചെയ്യുക. അപ്പൊ ഇങ്ങനെ പഠിച്ചോ. ഇല്ലെങ്കിൽ ഫോർമുല ഇതിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഫോർമുല എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അപ്പം ഇതിന്റെ പേര് വരുന്നത് ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ എന്നാ. നമ്മളിങ്ങനെ എഴുതിയാൽ മതി. TERT ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ഇതിന് നമുക്ക് വേറെ ഏത് രീതിയിലാണ് ഫോർമുല വെച്ച് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. CH3 എത്ര CH3 ഉണ്ട് അവിടെ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? CH3 twice OH COH CH3 twice COH. ഇങ്ങനെ നമുക്ക് എഴുതാം. മനസ്സിലായോ? ടെർഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ എന്നാണ്. ഇതിനെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്തോ കേൾക്കുന്നില്ല എനിക്ക്. അതുപോലെ തന്നെ എനിക്ക് കേൾക്കുന്നില്ല. എന്താണ് സെക്കൻഡറി കഴിഞ്ഞു? നമ്മളിപ്പോ ടെർഷറി ആൽക്കഹോളാ പഠിക്കുന്നേ. അതല്ലേ ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ എഴുതിയില്ലായിരുന്നോ? അതെന്താ എഴുതിയ? കാർബൺ സെൻട്രലിൽ വരും, ബാക്കി 2 സൈഡിൽ CH3, പിന്നെ ഒരു സൈഡിൽ H, പിന്നെ ഒരു സൈഡിൽ OH. അതായത് ഇത്ര ഓർത്താൽ മതി. CH3 2 ബീറ്റ CH3 വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി ആണ്.
3 ബീറ്റ CH3 വരുന്നുണ്ടെങ്കിൽ അത് ടെർഷ്യറി ആണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആയിരുന്നു സെക്കൻഡറി ആൽക്കഹോളിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എഴുതിയിരുന്നത്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു എഴുതിയത്? ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആകുമ്പോൾ CH3 CHOH CH3. മനസ്സിലായോ? CH3 CHOH CH3. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾസ് കഴിഞ്ഞു. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾസിൻ്റെ മോണോഹൈഡ്രേറ്റ് ആൽക്കഹോൾ കഴിഞ്ഞു, ഡൈഹൈഡ്രേറ്റ് കഴിഞ്ഞു, പോളിഹൈഡ്രേറ്റ് കഴിഞ്ഞു. പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പിനെ യൂസ് ചെയ്തിട്ടുള്ള എന്ത് ചെയ്തു? ആൽക്കഹോൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. അതാണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. അത് ഏതാണ് എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരണം. പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷ്യറി ആണോ എന്നുള്ളത് പറഞ്ഞു തരണം. ഞാൻ കഴിഞ്ഞില്ല വെയിറ്റ്. അല്ലല്ലോ. ഇതേതാ? ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറ. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതെന്താ? പ്രൈമറി, ടെർഷ്യറി ഓർ സെക്കൻഡറി? പ്രൈമറി, സെക്കൻഡറി ഓർ ടെർഷ്യറി? സെക്കൻഡറി ആണിത്. കാരണം എന്താ? കാരണം ആൽഫ വരുന്നത് CH2-ലായിരിക്കും. ഇത് ആൽഫ കാർബൺ. പക്ഷെ ബീറ്റ കാർബൺ രണ്ടുണ്ടല്ലോ രണ്ടാമത്തെ സെക്കൻഡറിയിൽ. ഇത് പ്രൈമറിയാ. പ്രൈമറിയോ? പ്രൈമറി ആകുമ്പോൾ ഒരു ബീറ്റ കാർബൺ വരാൻ പാടുള്ളൂ. ഇവിടെ ഒരു ബീറ്റ കാർബൺ അല്ലേ ഉള്ളൂ. ബീറ്റ കാർബൺ എന്ന് പറയുന്ന ആരാ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്റ്റ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന കാർബൺ ആൽഫ കാർബൺ. ആൽഫ കാർബണിന് ഡയറക്റ്റ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന കാർബനെയാണ് നമ്മൾ ബീറ്റ കാർബൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പുമായിട്ട് ഒരൊറ്റ കാർബൺ അല്ലേ ഡയറക്റ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ. ഈ ആൽഫ കാർബണുമായിട്ട് ഒരൊറ്റ ബീറ്റ കാർബൺ അല്ലേ അവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ. മനസ്സിലായോ? അങ്ങനെ നോക്കണം കേട്ടോ. അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ പ്രൈമറി ആണോ, ടെർഷ്യറി ആണോ, അല്ലെങ്കിൽ സെക്കൻഡറി ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ ഇപ്പം ഇതെന്താ? പ്രൈമറി. മനസ്സിലായോ? പ്രൈമറി ഒരൊറ്റ കാർബൺ കണക്റ്റ് ആയിരിക്കുന്നത് ഒരൊറ്റ കാർബൺ ആണ്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ട് കണക്റ്റ് ആയിരിക്കുന്ന ഒരൊറ്റ കാർബണുമായിട്ടാണ്. അതാണ് ബീറ്റ കാർബൺ. നമ്മളിപ്പം എന്താ ഹാലോ ആൽക്കീൻസിൻ്റെ കേസ് ആണെങ്കിലും ഇപ്പം പ്രൈമറി ഹാലോ ആൽക്കീൻ, പ്രൈമറി ടെർഷ്യറി ഹാലോ ആൽക്കീൻ, അങ്ങനെ നമ്മൾ ഹാലോ ആൽക്കീൻ്റെയും ആൽക്കഹോൾസിൻ്റെ ഒക്കെ കേസ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു രീതിയിലാണ് മനസ്സിലാക്കി പോകുന്നതെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത്. OH ബോണ്ട് ചെയ്തിരിക്കുന്ന കാർബൺ, 2 കാർബൺ. ഇപ്പം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പ്രൈമറി ആണ് എന്നുണ്ടെങ്കിൽ OH ഗ്രൂപ്പ്, OH പ്രൈമറി ആൽക്കഹോൾസിലാണെങ്കിൽ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന OH ഗ്രൂപ്പ് ഒരു കാർബണുമായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ.
സെക്കൻഡറി കാർബൺ ആറ്റം ആണെങ്കിൽ ഒ എച്ച് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന കാർബൺ രണ്ട് കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ. ഇനി ടേർഷ്യറി ആണ് എന്നുണ്ടെങ്കിൽ ഒ എച്ച് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്ത് ചെയ്യും, മൂന്ന് കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അതായത് മൂന്ന് ബീറ്റ കാർബൺസ് അവിടെ ഉണ്ടാവും. ക്ലിയർ ആണോ? അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബനെ, ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കുന്നത്. ആൽഫ കാർബണുമായിട്ട് ഒരൊറ്റ കാർബനെ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരൊറ്റ കാർബണുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ബീറ്റ കാർബൺ. അപ്പം അങ്ങനെ ഒരു ഒറ്റ ബീറ്റ കാർബണെ ഉണ്ടു എങ്കിൽ അതെന്താണ്? പ്രൈമറി ആൽക്കഹോൾ ആണ്. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം, അതായത് ആൽഫ കാർബൺ ആറ്റം രണ്ട് കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതായത് രണ്ട് ബീറ്റ കാർബൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? സെക്കൻഡറി. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ഉണ്ട്. ആ കാർബൺ ആറ്റത്തെ എന്താ നമ്മൾ ഇവിടെ പറയുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന് നമ്മൾ എന്ത് കാർബൺ എന്നാ പറയുന്നേ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, അതിനെന്ത് കാർബണാ? ആൽഫ കാർബൺ. ആൽഫ കാർബൺ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? മൂന്ന് കാർബൺ ആറ്റംസ് ഉണ്ട് എന്നിരിക്കട്ടെ. അപ്പം ആ മൂന്ന് കാർബൺ ആറ്റംസ് ആരായിരിക്കും? അത് ടെർഷറി ആയിരിക്കും. അത് എത്ര കാർബൺ ആറ്റംസ് അവിടെ ഉണ്ട്? മൂന്ന് ബീറ്റ കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലേ? മൂന്ന് ബീറ്റ ആൽഫ കാർബൺ മൂന്ന് കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാർബൺ ആറ്റംസ്, അതായത് ആൽഫ കാർബൺ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റംസ് എത്രയാണോ, അതിപ്പോൾ മൂന്നാണെന്നുണ്ടെങ്കിൽ അവിടെ മൂന്ന് കാർബൺ ആറ്റംസ് ഉണ്ടെന്നാണ് നമ്മൾ, അത് ബീറ്റ കാർബൺ ആറ്റംസ് മൂന്നെണ്ണം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മൂന്ന് ബീറ്റ കാർബൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായിരിക്കും ടെർഷറി ആൽക്കഹോൾ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ എനിക്ക് അശ്വിൻ പറയുന്നത്? ഇപ്പൊ ഡൗട്ട് ഇല്ല എന്ന് വെച്ചാൽ നാളെ വന്നേക്കാം എന്നാണോ? ഓക്കെ. അപ്പം അങ്ങനെയായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ, കുറച്ചൊരു ഇൻട്രഡക്ഷൻ, ആൽക്കഹോളിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾക്ക് റിയാക്ഷൻസിലേക്കും മറ്റു നമ്മൾക്ക് ഇനി വലിയ റിയാക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്കിനി പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പോവാം അടുത്ത ക്ലാസ്സിലാവട്ടെ. ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ചു പോവാം. ഞാൻ വീണ്ടും പറയുകയാണ്, ബിക്കോസ് ഈ ലെക്ചർ നോട്ട്സ് ഒക്കെ, ക്ലാസ്സിൽ എടുക്കുന്ന ലെക്ചർ നോട്ട്സ് അപ്പം തന്നെ എഴുതി പോവാം. മേ ബി ഈ തരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ തരുന്ന നോട്ട്സിൽ നമുക്ക് എന്താ നമ്മൾ ഷോർട്ട് നോട്ടാക്കി തരും. നമ്മളിപ്പോൾ ക്ലാസ്സിലെടുത്ത് പോകുന്ന അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് നോട്ട്സ് ഇല്ല. അപ്പം നോട്ട്സ് ഇല്ല എന്നല്ല, ചിലപ്പോൾ മേ ബി ചിലപ്പോൾ എന്താ എക്സാം ഓറിയന്റഡ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പോകുന്ന ടോപ്പിക്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ നോട്ട്സ് തരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ തരുന്ന ഫിഗേഴ്സും കാര്യങ്ങളും ഇതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വിത്ത് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നോട്ടിലും തരും. പക്ഷെ അതിൻ്റെ ഈ പറയുന്ന പോലത്തെ ഇത് വരയ്ക്കുന്ന സ്ട്രക്ചറൊന്നും നോട്ടിൽ ഉണ്ടാവണമെന്നില്ല. അതെല്ലാം എന്ത് ചെയ്യുക, നോക്കി പഠിക്കുക കേട്ടോ. ഇതെല്ലാം ലെക്ചർ നോട്ട്സിൽ എഴുതി വെക്കുക. നമ്മൾ നോട്ട്സ് തരുന്ന സമയത്ത് ഇതെല്ലാം എന്ത് ചെയ്തിരിക്കും, ഒരു നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നോട്ടായിരിക്കും. നമ്മൾ ഈ ക്ലാസ്സിലായിരിക്കും നമ്മൾ കൂടുതൽ
ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ അതിൻ്റെ ഫോർമുലാസും അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ സ്ട്രക്ചറും എല്ലാം നമ്മൾ വരച്ച് പോകുന്ന ക്ലാസ്സിലാണ്. അപ്പോൾ ഇതെല്ലാം വരച്ച് വെക്കണം, വരച്ച് പോകണം, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ലെക്ചർ നോട്ട്സ് മസ്റ്റായിട്ട് എഴുതണം കേട്ടോ. ആ ആ ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് കേട്ടൊന്ന് വേഗം പറഞ്ഞു നിർത്തിക്കേ. എന്തായിരുന്നു ആൽക്കഹോൾസ്? ആൽക്കഹോൾ എന്ന് വെച്ചാല് OH ഗ്രൂപ്പ് വരുന്ന ആരമാറ്റിൽ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒന്നോ അതിലധികമോ ഹൈഡ്രജൻ ആറ്റംസിനെ റീപ്ലേസ് ചെയ്ത്, ആൽക്കീനിലുള്ള ഹൈഡ്രജൻ ആറ്റംസിനെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് റീപ്ലേസ് ചെയ്ത് പകരം ഒരു OH ഗ്രൂപ്പ്, ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ, OH മോണോഹൈഡ്രിക് ആൽക്കഹോൾസ്, ഡൈഹൈഡ്രിക് ആൽക്കഹോൾസ് ഒക്കെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? OH ഗ്രൂപ്പ്സിന്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. മോണോഹൈഡ്രിക് ആണെങ്കിൽ എന്തായിരിക്കും? കണ്ടെയ്ൻ ഒരു contain one hydroxyl group and contain two hydroxyl groups is called dihydric alcohols അല്ലെങ്കിൽ ഡയോൾസ് എന്ന് നമ്മൾ പറയും. എക്സാമ്പിൾ ആയിട്ട് എത്തിലീൻ ഗ്ലൈക്കോൾ നമ്മൾ പറഞ്ഞു. ഇനി മോണോഹൈഡ്രിക് ആൽക്കഹോൾസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മെത്തനോൾ പറഞ്ഞു, എത്തനോൾ പറഞ്ഞു, പ്രൊപ്പനോൾ ഒക്കെ നമുക്ക് പറയാം. ബ്യൂട്ടനോൾ, പെൻറ്റനോൾ എത്ര വേണമെങ്കിലും പറയാം. ഒരു OH ഗ്രൂപ്പ് വരുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഇനി പോളിഹൈഡ്രിക് ആൽക്കഹോൾസ് ആണെങ്കിൽ നമ്മൾ ട്രയോൾസ് അല്ലെങ്കിൽ പോളിയോൾസ് എന്ന് പറയും. ഇപ്പോൾ ഗ്ലിസറോൾ നമ്മൾ അതിന് എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്, സോർബിറ്റോൾ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് കാർബൺ ബോണ്ടഡ് ടു OH ഗ്രൂപ്പ്. അതാണ് നമ്മൾ പറഞ്ഞത്, കാർബൺ ബോണ്ടഡ് ആയിട്ടുള്ള OH ഗ്രൂപ്പ്സിൽ വരുന്ന കാർബൺ ബോണ്ടിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി കാർബൺ ആറ്റംസ്. എന്തായിരുന്നു പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഒക്കെ? ഫംഗ്ഷൻ വെച്ചിരിക്കുന്ന 10 കാർബണാറ്റം ആൽഫ കാർബണാറ്റം, ബീറ്റാ കാർബണാറ്റം, ഒരു ബീറ്റാ കാർബൺ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ഒരൊറ്റ കാർബണുമായിട്ടേ ബോണ്ട് ഫോം ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈമറി ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം മറ്റ് 2 കാർബൺ ആറ്റംസുമായിട്ട്, അല്ലെങ്കിൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തെ നമ്മൾ വിളിക്കുന്ന പേര് ആൽഫ കാർബൺ. ആൽഫ കാർബൺ മറ്റ് 2 കാർബണുമായിട്ട്, ആൽഫ കാർബൺ വേറെ ഒരു കാർബൺ വരുവാണെങ്കിൽ ആൽഫ കാർബണിലേക്ക് ഡയറക്റ്റ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന കാർബണെയാണ് നമ്മൾ ബീറ്റ കാർബൺ എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെ 2 ബീറ്റ കാർബൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ, 2 കാർബൺ ആറ്റംസുമായിട്ട് ആൽഫ കാർബൺ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബീറ്റ കാർബൺ എന്ന് പറയുന്നത്. സോ അങ്ങനെ 2 കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറയുന്നത്. ദെൻ ടെർഷ്യറി എന്താ? മൂന്ന് ബീറ്റ കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെർഷ്യറി ആൽക്കഹോൾ എന്ന് പറയുന്നത്. 3 ബീറ്റ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 10 കാർബൺ ആൽഫ കാർബൺ, അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ 2 ബീറ്റ കാർബൺ. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കാർബൺ എന്നല്ല, OH ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതാണ് ആൽഫ കാർബൺ. OHുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റം. ഇനി ആ ആൽഫ കാർബണിലെ ആറ്റവുമായിട്ട് സോ ബീറ്റ കാർബൺസ് എന്ന് പറയുന്നത് ആരെയാ? ബീറ്റ കാർബൺസ് എന്ന് പറയുന്നത് എന്തിനാ? ലൈക്ക് ആൽഫ കാർബണുമായിട്ട് കാർബൺ ആറ്റംസിനെയാണ് നമ്മൾ ബീറ്റ കാർബൺസ് എന്ന് പറയുന്നത്. അങ്ങനെ എത്ര ബീറ്റ കാർബൺസ് ഉണ്ടോ, 3 ബീറ്റ കാർബൺസ് ആണ് അങ്ങനെ ആൽഫ കാർബണുമായിട്ട് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള കാർബണുമായിട്ട്, ഫങ്ഷണൽ ഗ്രൂപ്പുമായിട്ടുള്ള നേരിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള OHുമായിട്ട്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പായ OHുമായിട്ട് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആയ കാർബൺ ആറ്റം. ആ ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആയ കാർബൺ ആറ്റത്തിലേക്ക് എത്ര
മറ്റ് കാർബൺ ആറ്റംസ് അറ്റാച്ച്ഡ് ആകുന്നു. ഇപ്പോൾ മൂന്ന് മറ്റ് കാർബൺ ഈ ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആയ OH ഗ്രൂപ്പുമായിട്ട് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആയ കാർബൺ ആറ്റമായിട്ട് ഒരു 3 കാർബൺ ആറ്റംസ് വേറെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെയാണ് ബീറ്റ കാർബൺസ് എന്ന് പറയുന്നത്. അതാണ് ടെർഷ്യറി ആൽക്കഹോൾ. 3 കാർബൺ ആറ്റംസ് അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആൽഫ കാർബൺ ആറ്റംസ് ആയിട്ട് അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ടെർഷ്യറി ആൽക്കഹോൾ. ഓക്കെ, എളുപ്പമല്ലേ? OH ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റവുമായിട്ട് മറ്റ് 3 കാർബൺ ആറ്റംസ് അറ്റാച്ച്ഡ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ടെർഷ്യറി ആൽക്കഹോൾ. സോ ഇത്രയും നമ്മൾ ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് ടോപ്പിക്സ് ഇന്ന് കവർ ചെയ്യുന്നുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇന്ന് പറഞ്ഞു പോയത്. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് തോന്നിയായിരുന്നോ? എനിക്ക് ആ ക്ലാസിഫിക്കേഷൻ പ്രൈമറി സെക്കൻഡ് അതില് കുറച്ച് ഡൗട്ട് വന്നായിരുന്നു, പക്ഷെ ക്ലിയർ ആയി. എന്താ ഡൗട്ട്? അല്ല, ക്ലിയർ ആയി ഡൗട്ട് വന്നായിരുന്നു, ക്ലിയർ ആയി. ഓക്കെ. എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു ആ റെപ്രസെന്റ് ചെയ്തതിലായിരിക്കും അല്ലേ കൺഫ്യൂഷൻ വന്നത്. അതെ അതെ, അത് ഞാൻ ഇന്നൊരു ഫോട്ടോ അയച്ചിട്ടൊക്കെ തന്നെയാണെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു ആ റെപ്രസെന്റ് ചെയ്തപ്പോൾ അതെങ്ങനെ വന്നു എന്നുള്ളത് ഒന്നുമില്ല. ഇപ്പൊ നമ്മളത് ഇങ്ങനെ പഠിച്ചാ മതി. ഇങ്ങനെ പഠിച്ചാ മതി, ഇതല്ലേ എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചത്. ഇങ്ങനെ പഠിച്ചാൽ മതി. ഇനി അങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ആരെയാ സെക്കൻഡറിനെ എടുക്കാം. സെക്കൻഡറി എടുത്തു കഴിഞ്ഞാൽ 2 കാർബൺ ആറ്റംസ് അല്ലേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ 2 കാർബൺ ആറ്റംസ് ഇല്ലെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ഒരു CH വരും. ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇത് എഴുതുമ്പോ എങ്ങനെ എഴുതുന്നേ? CH3 ഉണ്ട്. CH സെക്കൻഡറി ആണ് നമ്മൾ വരയ്ക്കുന്നത്. CH OH CH3. ബാലൻസി കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിക്കേ. ഈ കാർബണ് 4 വാലൻസി കിട്ടിയോ? കിട്ടി. ഈ കാർബണ് 4 വാലൻസി കിട്ടിയോ? ഈ സെക്കൻഡ് കാർബണ് അതെന്താന്ന് വെച്ചാല് ഇവിടെ ഒരു ആളുണ്ട്, ഇവിടെ ഒരു H ഉണ്ട്. ഇവിടെ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇവിടെ CH3 CH2 CH3 എങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഇവിടുന്ന് ഈ H2 എന്നുള്ളതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് അവിടെ ഒരു OH വരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയില്ലേ? ആ ഹൈഡ്രജന് പകരമാണ് അവിടെ ഒരു OH വരുന്നത്. വെയിറ്റ് ഞാൻ എൻ്റെ ഫോണിൽ കാണിച്ചു തരാം. ഞാനൊന്ന് ഫോണിൽ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഇതിലേ എന്തോ അതിനകത്ത് കാർബൺ ഫിഗറിൽ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ കാർബൺ സെൻട്രൽ ആറ്റം. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് എടുത്തോട്ടെ, ഫോണിലൊന്ന് എടുത്തോട്ടെ. ഇപ്പം എന്താ കാണുന്നേ? എക്സ്പ്ലോറിന്റെ സ്ക്രീനാണ് കാണുന്നത് അല്ലേ? ഓക്കെ, അത് ഞാനൊന്ന്
ഇപ്പോഴും കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ലെഫ്റ്റ് ആയി. ആ, ഓക്കെ. എക്സ്പ്ലോറർ ലെഫ്റ്റ് ആയോ? അതെ. അയ്യോ. ഇപ്പൊ കാണുന്നുണ്ടല്ലോ എക്സ്പ്ലോറിന്റെ സ്ക്രീന്. ഓക്കെ. ഇത് ലാൻഡ്സ്കേപ്പ് ആയിട്ട് കാണുന്നില്ല അല്ലേ? എങ്ങനെ? ലൈക്ക് ബോർഡ് പോലെ കാണുന്നില്ല അല്ലേ? ചരിഞ്ഞിട്ടാണോ കാണുന്നേ സ്ക്രീനിൽ? ലാൻഡ്സ്കേപ്പ്. കുഴപ്പമില്ല, പറഞ്ഞു. ആ, ഞാനത് ലാൻഡ്സ്കേപ്പ് ആയിട്ട് ഞാനത് ലാൻഡ്സ്കേപ്പ് ആയിട്ട് കാണാത്തതുകൊണ്ടാണ് ഞാൻ മൊബൈലിലെ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാത്തത്. എനിവേ, നമുക്ക് ആ, ആ. ഇപ്പൊ ലാൻഡ്സ്കേപ്പ് ആയിട്ട് ഒട്ടും കാണുന്നില്ല അല്ലേ? പക്ഷെ ആ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത്. ഇപ്പൊ CH3 ഇങ്ങനെയല്ലേ നമ്മളൊരു കോമ്പൗണ്ട് എഴുതുന്നേ? അതെ, ഇതിനകത്തെ കേസിൽ ഇവിടെ കണ്ടിരിക്കുന്ന കാർബൺ 2 ഹൈഡ്രജനുമായിട്ടും ബാക്കി 2 CH3 ആയിട്ടും ഏർപ്പെടുന്നുണ്ട്. ആ, ഇപ്പൊ അതാ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, പിന്നെ ഇവിടെ 2 ഹൈഡ്രജനും ഉണ്ട്. സോ ടോട്ടൽ 4 ഇയാൾക്ക് കിട്ടി. അത് ഓക്കെ അല്ലേ? കിട്ടി. ഓക്കെയാണ്. 2 ഹൈഡ്രജൻ ഉണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വരുമ്പോൾ നോക്കിയോ, CH3 CH OH CH3. ഇവിടെ നോക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട് ഉണ്ട് അതെ. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടായിരുന്നു? 2. ഈ 2 നിന്ന് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടല്ലേ അവിടെ ഒരു OH വന്നത്? ആ, അപ്പൊ വാലൻസി കറക്റ്റ് ആയില്ലേ? OH-നും ഉണ്ടല്ലോ അവിടെ ഒരു ഇലക്ട്രോൺ. ഉണ്ട്, പക്ഷെ സംശയിച്ചോട്ടെ, ഈ പറയുന്ന ആ CH ഈ OH തമ്മിൽ ബോണ്ട് ഉണ്ടല്ലോ. അപ്പൊ ആ ബോണ്ട് വരുമ്പോ ഒന്ന് ആ OH ഒരെണ്ണം ഒരു ബോണ്ട് വരും, പിന്നെ ഒന്ന് H-ന് പോകും, CH3-ക്ക് പോകും. അത്രയല്ലേ പോകത്തുള്ളൂ. ആ CH3-യിൽ നിന്നുള്ള ഒരു ഇലക്ട്രോൺ. ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു OH, പിന്നെ ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ. 4 ആയില്ലേ? നമ്മൾ എന്താ പറഞ്ഞേ? ഈ ആൽക്കഹോൾ, ഈ OH ഗ്രൂപ്പ്, ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആള് എങ്ങനെയാ അവിടെ വരുന്നത്? എങ്ങനെയാ? ഒരു ആൽക്കീനിലുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനുള്ള ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ഒരു OH ഗ്രൂപ്പ് വരുന്നതല്ലേ ആൽക്കഹോള്? ഇതല്ലേ ഇവിടെ സംഭവിച്ചത്? ആ ഒരു ഹൈഡ്രജനെ മാറ്റി അവിടെ ഒരു OH അല്ലേ അവിടെ വന്നത്? മനസ്സിലായോ? എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ?
നമ്മൾ ഇവിടെ ഉണ്ടായി, ഇവിടെ രണ്ടെണ്ണം ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. ആ ഒരു ഹൈഡ്രജൻ പോയി അവിടെ ഒരു OH ഗ്രൂപ്പ് വന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. ആ ഒരു OH-ലേക്കാണ് ഒരു ഇലക്ട്രോൺ വരുന്നത്. ഓക്കെ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ നമ്മുടെ ആൽക്കഹോൾ എന്ന് പറയുന്നത് തന്നെ എന്താ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു തുടങ്ങിയത് എന്തായിരുന്നു, ആൽക്കഹോൾ എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എടുക്കുക. ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് ഒന്നോ അതിലധികമോ ഹൈഡ്രജൻസിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ഒരു OH ഗ്രൂപ്പ് വരികയാണ്, അല്ലേ? അതെ അതെ. ഇപ്പൊ ഒരു കാർബൺ, ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു H ഉണ്ട്, അങ്ങനെയല്ലേ? വരികയാണെങ്കിൽ അത് ഇപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ഹൈഡ്രജനെ എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഉള്ള ഒരു ഹൈഡ്രജനെ മാറ്റി, ആ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ എന്താവുന്നു, ഒരു OH വന്നു കഴിഞ്ഞാൽ അതൊരു ആൽക്കഹോളാണ്. മനസ്സിലായോ? പ്രൈമറി അല്ല, ഇതിപ്പോ നമ്മള് എന്താ പറയാ, ഇതൊരു പ്രൈമറി ആൽക്കഹോൾ. ഇതിപ്പോ മെത്തല്ലേ, CH3OH, മെത്തനോൾ. മെത്തനോൾ നമുക്ക് കിട്ടി. മനസ്സിലായോ? ഇതാണ് സംഭവം. ഇനിയും അവിടെ രണ്ട് CH3യും രണ്ട് CH ഒരു H-ഉം ഒരു OH-ഉം വന്നാൽ അതായത് എന്താണ് സെക്കൻഡറി ആൽക്കഹോൾ ആയിട്ട് മാറും അല്ലേ? CH3 CHOH CH3 ഇതെന്താ, സെക്കൻഡറി ആൽക്കഹോൾ. സെക്കൻഡറി ആൽക്കഹോളിനാകുമ്പോഴത്തേക്കും നമ്മൾ CH3 നമ്മൾ നേരത്തെ എഴുതിയതുപോലെ CH3OH ഫങ്ഷണൽ ഗ്രൂപ്പുമായിട്ട് ഡയറക്റ്റ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ആൽഫ കാർബണുമായിട്ട് ഡയറക്റ്റ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന രണ്ട് ബീറ്റ കാർബൺ. ഓ, പക്ഷെ നമ്മള് ഓൾറെഡി ഇവിടെ ഒരു മെത്ത് എഴുതിയിട്ടില്ലേ, അപ്പൊ നമ്മള് ഇങ്ങനെ ഇടുന്നതായിരിക്കും നല്ലത്. താഴോട്ട് ഇടുന്നതിൽ കുഴപ്പമില്ല, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ശരി, മനസ്സിലായോ? അല്ലെങ്കിൽ അപ്പൊ അതിന് നമ്മൾക്ക് അങ്ങനെ CH3 ട്വൈസ് എന്ന് എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് എഴുതാം. ട്രൈസ് എന്ന് ഒറ്റയടിക്ക് എഴുതാം, എന്നിട്ട് COH. ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം നോക്കി പഠിക്കുക. നമ്മൾ കുറച്ച് ടോപ്പിക്സ് നമ്മൾ എടുത്തിട്ടുള്ളൂ, ശ്രദ്ധിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. അന്നുള്ളത് അന്നു തന്നെ പഠിച്ചു പോവുക. നമുക്ക് ഇനിയിപ്പോൾ ടൈം കളയാനായിട്ടൊന്നും ഇല്ല. അന്നുള്ളത് അന്നു തന്നെ പഠിച്ചു പോവുക. എന്തായാലും കോളേജിലൊന്നും ടോപ്പിക്സ് തുടങ്ങിയിട്ടില്ല, നമ്മളിപ്പോൾ നേരത്തെ പോവാണ്. അപ്പോൾ കുറച്ച് പോർഷൻസ് വെച്ച് നമ്മൾ എടുക്കത്തുള്ളൂ. പതിയെ എന്ത് ചെയ്യുക, പഠിച്ച് എൻ്റെ ഒപ്പം അങ്ങ് പഠിച്ചു വരിക. അപ്പം ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചങ്ങ് പോവാം. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.